ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ വീട്ടിൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. ദിസ് ഇസ് മൈ മദർ, ദിസ് ഇസ് മൈ ഫാദർ. സോ ഇപ്പോൾ ചിക്കനിൽ തൈരും പിന്നെ ഇഞ്ചി, ഗാർലിക്, മുളക്, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചിയുടെ പേസ്റ്റാണ് ഇതിനകത്ത് ഇട്ടേക്കണത്. അപ്പോൾ ഇത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്യും. ഇപ്പോൾ ഗരം മസാലയുടെ ഒരു പ്രിപ്പറേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. സവാള കട്ടിങ്. ഇപ്പോൾ ഗരം മസാലയുടെ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജാണിത്. ഇതിനെന്താ പറയണമെന്ന് എനിക്കറിയില്ല. ഇത് കറുവപ്പട്ട, മറ്റേ ഇത് മറ്റേ ജീരകത്തിൻ്റെ വലിയ സാധനമില്ലേ, വലിയ ജീരകം, അതാണ്. അപ്പോൾ ഇത് ഹീറ്റാക്കണം സ്റ്റൗവിൽ. സവാള കട്ടിങ് തീർന്നിരിക്കുന്നു. ഇത് ഞങ്ങളുടെ മിനി കിച്ചനാണ്. കുറച്ച് എന്തിട്ടാണ് കുറച്ച് മെസ്സി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഡോണ്ട് മൈൻഡ് ദാറ്റ്. अच्छा इसको कोई चिपका दिया है? मैंने चिपकाया. बाबा कैमरा में लंबा दे. ഇത് ഞാൻ മൂന്നാറിൽ പോയപ്പോൾ മേടിച്ചുകൊണ്ടുവന്നതാണ്. ഇതൊക്കെ इसमें सब है पर बड़ा वाला क्या बोलते हैं इसको सिनेमन सीड्स और जीरा नहीं था, बड़ा जीरा. मसाला तुम घर में बनाती है जी? ഞങ്ങൾ വീട്ടിലാണ് ഉണ്ടാക്കുന്നത് മസാലയൊക്കെ. എല്ലാം ഇങ്ങനെ കറിയിലൊക്കെ ആവശ്യപ്പെടുന്ന മസാലയൊക്കെ ഇല്ല, അത് ഞങ്ങൾ വീട്ടിലാണ് ഉണ്ടാക്കുന്നത്. ഹോം മെയ്ഡ് മസാലാസ്. ഇതിനകത്ത് മറ്റേ ഡ്രൈഡ് ഇഞ്ചി ഉണ്ട്, ജീരകം, പിന്നെ ഫ്ലവർ പോലത്തെ സാധനമാണ്, എന്താണെന്ന് അറിയില്ല അത്. हम इसको पूरा ले रहे हैं, मतलब बस्ता कर रहे हैं. नहीं इसको नहीं डालेंगे, इसको सच में चिपका देंगे ना. नहीं गोल की पूरी बदल देंगे. ഇനിയിപ്പോൾ ഇത് റോസ്റ്റ് ആക്കാനുള്ള പ്രൊസീജിയർ തുടങ്ങി. ഇനിയിപ്പോൾ അതിന് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരിതാണ്. ഇതിപ്പോൾ ചൂടായി കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. ഇപ്പം ഇത് കുറച്ച് കൂൾ ഡൗൺ ആക്കും, എന്നിട്ട് ഇത് മിക്സിക്കകത്തിട്ട് ഇനി എല്ലാം വീഡിയോസിൽ അറിയും. Papa is cleaning everything. പിന്നെ ഇവിടെ ക്ലീനിങ് ആണ്. ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ട്രഡീഷണൽ ബ്രൂമാണ്. ചൂരിൽ അടിച്ചു വാരണം. ഇത് കുറച്ച് തണുത്തിട്ട് അത് നമ്മൾ
അയ്യോ ചൂടുണ്ട്. ഇനി മിക്സി ജാറിലേക്ക് അത് ഇടാൻ പോണെയാണ്. ചൂടുണ്ടോ? കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ മിക്സ് അടിച്ചാൽ മതി. ഇപ്പം രണ്ടുപേരും വേറെ വേറെ പണിയിലാണ്. ഇപ്പം അമ്മ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോണെന്ന് തോന്നുന്നു. പപ്പ ഇപ്പം പാത്രം കഴുകണമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഒരു മിനി കിച്ചൺ. അത് ബാക്ക് യാർഡിൽ പോണ ഒരു ബാക്ക് ഡോറാണ്. പിന്നെ ഇവിടെ എല്ലാം സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് അവിടെ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം മസാലയും മിക്സി ഒക്കെ എല്ലാം. അതിനകത്ത് കുറച്ച് മുളക് പൊടി ഇട്ട്, മറ്റേ ആദ്യം തന്നെ കാണിച്ച ചിക്കനില്ലേ അതിനകത്ത് മുളക് പൊടി ഇട്ട് ഇനി മഞ്ഞൾപ്പൊടി ഇടാൻ പോകണം. മഞ്ഞൾപ്പൊടി ഇതിനകത്ത് നല്ല ചിക്കനാണ്. ഇതിനകത്ത് തൈരൊക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മല്ലിപ്പൊടി കുറച്ചിട്ടിട്ട് ഉപ്പിടണ്ടേ, നമുക്ക് പപ്പ ഇവിടെ സഹായിച്ചു കൊടുക്കുന്നുണ്ട്. ഗരം മസാല മിക്സ് അടിക്കുന്നു. മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഭയങ്കരമായിട്ട് ചൂടായി പോയി തോന്നുന്നു. നല്ല മണം വരുന്നുണ്ട്. These are my brothers playing carom. ഇനിയിപ്പോൾ വീട്ടിൽ ഗ്രൈൻഡ് ചെയ്ത ഗരം മസാല ഇപ്പോൾ വീട്ടിലുണ്ടാക്കിയ സാധനമല്ലേ, അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് കുറച്ച് നല്ലോണം അത് ഗ്രൈൻഡ് ആയിട്ടില്ല, അപ്പം അത് അമ്മ പറഞ്ഞ് കുറച്ചും കൂടി നല്ലോണം ഗ്രൈൻഡ് ആക്കി. ചൂടായ കാരണം പോകുന്നു. അപ്പം നല്ല പീസ്റ്റല്ല എന്തായി പൗഡറായി. ഇവിടെ കിച്ചണിൽ എല്ലാവർക്കും വേറെ വേറെ പണിയാണ്. ഇവിടെ തക്കാളി കട്ടിങ് നടക്കുന്നുണ്ടായി, ഞാൻ കണ്ടില്ല. ഗ്രേവി ആക്കാനാണോ? അപ്പൊ അത് ഫ്രൈ ആക്കണ്ടേ? ആ ആക്കണ്ടേ? ഇല്ലേ? അതെന്താ? എനിക്ക് ഫ്രൈ വേണം. യെസ്, ഓക്കെ ഫൈൻ.
जी थोड़ा सा सलाद काटे। एक कुकुम्बर हाँ ഒരാൾക്ക് മീൻസ് പപ്പയ്ക്ക് സാലഡ് വേണം. ഇതാണ് പുറത്തത്തെ വ്യൂ. ഒന്നും കാണാൻ പറ്റില്ല. ഇത് വള്ളിയൊക്കെ एक कैरेट ഫുള്ള് കയറൊക്കെ ഫുള്ള് പൊട്ടിപ്പോയി. അത് നന്നായി രഗടാക്കറോ. बाबा को दे दो। ഇനിയിപ്പോൾ സാലഡ് പ്രിപ്പറേഷൻ്റെ ആണ്. ഇവിടെ കുക്കുംബർ, തക്കാളി, സവാള, ക്യാരറ്റ്. मुझे चिकन फ्राई बनाने के लिए ലെഗ് പീസ്. ലെഗ് പീസ്. पीस യെസ്, ലെഗ് പീസ്. എനിക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ വേണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അപ്പോൾ ഇതിനകത്ത് തക്കാളി ഇട്ട് उप्पू नमक सॉल्ट ഇത് ഇത്ര ഇട്ടോട്ടെ. आयತು ഇത് കുറച്ച് അലക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ടത്. ഇനി ചിക്കൻ ഇതിനകത്ത് ഇടും. ഇനി ഗ്രേവിയാണ്. അപ്പോൾ ഇനി പപ്പയുടെ ഇവിടെ അമ്മേ സാലഡിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റിൻ്റെ തൊലിയാക്കും. എന്നിട്ട് ഇത് വെള്ളത്തിലിട്ട് ഇനി കുക്കുംബറിൻ്റെ ഇത് കുക്കുംബറിൻ്റെ മറ്റേയുള്ള അറ്റമില്ലേ അത് കട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ ഒരു സ്റ്റൈലാണ്. എൻ്റെ പൊക്കത്ത് അരിക്കണം. നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള കയ്പില്ല, അത് പോവും. പിന്നെ ഇവിടെ തക്കാളി ആവുന്നേ ഉള്ളൂ. ചിക്കൻ ഇപ്പം അങ്ങനെ തന്നെയാണ്. ഗരം മസാല നല്ല ചൂടാണ്. മണ്ണ് പോലെ ഇരിക്കുന്നുണ്ട്, പക്ഷെ നല്ല മണമുണ്ട്. ഇനിയിപ്പോൾ സവോള ഫില്ലിങ്. ഇനിയിപ്പോൾ ചിക്കൻ ഇടാൻ പോണേ. तुमको चाहिए लेग पीस വേണ്ടല്ലോ. फ्राई के लिए ഫ്രൈ मेंढे വേണ്ട, വേണ്ട, ഇട്ടല്ലേ ഉണ്ടാക്കിയിട്ട് എല്ലാം ഗ്രേവി നല്ലോണം വാരിയിട്. कौन वाला सलाद में जी? हाँ ചില സമയത്ത് ഹിന്ദിയും ചില സമയത്ത് മലയാളം. ഇനി പപ്പയുടെ കട്ടിങ് സ്കില്ല് നമുക്ക് കാണാം. In our house, my father is the fastest cutter. ചിക്കൻ്റെ നമുക്ക് ഇപ്പം അമ്മ വെള്ളം ഇട്ടെന്ന് തോന്നുന്നു. വെള്ളം ഇട്ടില്ലല്ലേ? हाँ मसाला है നമ്മ ഉണ്ടാക്കിയ പേസ്റ്റ് തന്നെയാണ്. അതിനകത്ത് വെള്ളം ഇട്ടിട്ടില്ല. അത് ടേസ്റ്റ് ഉണ്ട് കാണാൻ. അപ്പോൾ ഞാൻ ചിക്കനൊന്നും അധികം തിന്നാറില്ല. അപ്പം എനിക്ക് താല്പര്യമൊന്നുമില്ല. ആ ബാക്കിൽ എൻ്റെ അനിയനെ ശരിയാണ്. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് കഴുകിട്ടെ. Cucumber is now ready. Anda. दिस इज अ गुड शेफ हमारे घर का अच्छा कुक है Fastest cutter. ഇതെല്ലാം സർക്കിളാണ്. कैसा करते हैं? गोल 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 होगा.
पीछे वाला मेरे पास सवाल है कि आराम से काटना। സവാള റൗണ്ടായിട്ട് അരിയാൻ കുറച്ച് പാടാന്ന് തോന്നുന്നല്ലേ. ഓക്കെ, ഇനി തക്കാളിയും പച്ചമുളകും മാത്രമേ ഉള്ളൂ. അമ്മേനെ നോക്കാം. അമ്മേനത് കുറച്ച് വെള്ളം ഇട്ട്. ഓക്കെ, വെള്ളം ഇപ്പോൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഇതിനകത്ത് ഇപ്പോൾ ഒന്ന് ഗ്രേവി ആവണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട് കാണാൻ. തക്കാളി അരിഞ്ഞ് കഴിഞ്ഞ് गोल 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 लंबा नहीं। कितना हुआ संजू? ഓ, അത് കണ്ടില്ലല്ലേ. ഇപ്പോൾ ഭയങ്കരമായിട്ട് സ്പീഡായിട്ട് കട്ട് ചെയ്തു. നല്ല എരിവുള്ള മുളകാണ്. तकाली काट। तो तकाली को ढक के रखा है। 2 को तकाली लिया है जी। 1 पीस लिया था। तो पानी में क्या है? ये ऊपर का हिस्सा है। तैर थोड़ा सा बाकी है तो तैर इसमें डाल दो, पर इसमें तो लंबा लंबा बड़ा बड़ा गोल गोल काटना है। तो ऊपर से इमा दही रखो हमको खाने के लिए। दही बहुत दिन से नहीं हाथ से खाइए। इसको मिक्स करो। अभी मिक्स मत करो। संजू में ही डाल देगी तू। संजू को वैसे ही कसनम कसनम पीस उठा के टिफिन में डाल देंगे। नमक डालेंगे तो पानी पानी अभी हो जाएगा। इसमें पानी नमक को भी मत डालें। खाएंगे हम लोग इसमें नमक डालेंगे। ചിക്കൻ സാലഡ് ഞങ്ങളുടെ റെഡിയാണ്. मिर्चा बहुत अच्छा है। चलो जल्दी करो, संजू जाएगा। यस 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 यस। संजू का टिफिन कहाँ है? वहाँ पे ठेला डाला रहता है, वहाँ देखो तो वो एकदम थोड़ा सा तो तुम लोग को आज रुकना ही पड़ेगा क्योंकि अभी नहीं हुआ है। थोड़ा सा 9 बजने ही दो आज। हम एक बार नहीं खेले हैं। अब कल सुबह आएंगे तो खेलेंगे। तुम लोग चर्च से कितना बजे? ऐसा कर रही है। ब्लैक वाला है, तो एक है, 2 को मेरा है, तेरा ब्लैक है। गाना सुन रहे हैं, उसको मत डिस्टर्ब करो। एक को ब्लैक रखा ना। कढ़ाई पूरा भून रहा है।
डालो दे दो ഇപ്പൊ ചിക്കന് റെഡിയായി. പിന്നെ മല്ലിയിലൊക്കെ ഇട്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്തില്ല, എന്നിട്ട് ഞാൻ എന്തൊക്കെയോ പടപട അങ്ങനെ പറയണ്ടായി. എൻ്റെ പോലത്തെ മണ്ടി റെഡിയായി. നല്ല ടേസ്റ്റിയാണ്. ഇപ്പം കുറച്ച് കസിൻ ചേട്ടന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സൈഡായിട്ട് വെക്കണേണ്. ഇത് പാക്കായി. കുറച്ച് വെള്ളം ഒഴിക്കണം, മറ്റേ മസാല വെള്ളം. हो गया ഓ സോറി. പിന്നെ ഇവിടെ ക്യാരം കളിയാണ്. ഇപ്പം പപ്പയും എല്ലാവരും കൂടി കളിക്കുന്നുണ്ട്. अच्छा से हटवाना और ग्रेवी करना है मैं इतना नहीं पानी और ही करना है. हल्दी तो इसमें सलाद डाल देना. ഓക്കെ, ഇതിനകത്ത് കുറച്ച് സാലഡ് ഇട്ട് കൊടുക്കാനാണ്. സവോള, കുക്കുംബർ, കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. ക്യാരറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അത് കുറച്ച് സമയം എടുക്കും. ഇത് അടിച്ചു വെക്കട്ടെ. അടിച്ചിട്ട് ഇപ്പോൾ കൊടുക്കണം. ഡോറ് പഠിക്കണം. എല്ലാം കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ബസ് ഇത് എല്ലാം മെസ്സേജ് കിടക്കണതാണ്. ഇത് ശരിയാക്കിയിടണം. लो तो अब जाओ, टाइम हो गया जी. ഇനിയിപ്പോൾ ഒരു ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയമായി. ഇവിടെ അമ്മയുണ്ട്, പപ്പയുണ്ട്, അനിയനുണ്ട്. അനിയൻ ചപ്പാത്തിയാണ് ഇന്ന് കഴിക്കുന്നത്. എൻ്റെയും ചോറവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഇപ്പോൾ റെഡിയാക്കി. ചപ്പാത്തി ഉണ്ട്, വീട്ടിലുണ്ടാക്കിയ ചപ്പാത്തി. तुम लेट हो गई. today I'm late. वीडियो को यहीं पे ऑन कर दो. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി, ഇന്നത്തെ വ്ളോഗ് വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് പറയണം. ഓക്കെ, സോ support our channel and stay tuned for the next video. Bye.